ഹായ് എല്ലാവർക്കും ഫുഡി ബോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ ഫുഡി ബോയിൽ നമ്മൾ അടിപൊളി ഒരു തോരനാണ് വെക്കാൻ പോകുന്നത്. ചാളത്തല തോരൻ. അതായത് നമ്മുടെ ചാള മീൻ്റെ തല സാധാരണഗതി നിങ്ങൾ കണ്ടി ചെയ്ത് കളയാറുണ്ട്. ചിലപ്പോൾ വറക്കാൻ മാത്രമായിരിക്കും നമ്മൾ എടുക്കുന്നത്. ഇനി തൊട്ട് അങ്ങനെയല്ല, നമ്മുടെ ആ ചാളയുടെ തല വെച്ചിട്ട് അടിപൊളി തോരൻ ഉണ്ടാക്കാം. ആ ചാളത്തലൻ തോരൻ ഉണ്ടാക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ മീൻതല തോരൻ ഉണ്ടാക്കാനെ കൊണ്ട് നമുക്ക് ആദ്യമേ ചട്ടിക്കകത്ത് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ചട്ടി ചൂടായി വരുന്നുണ്ട്. നമുക്കൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുത്താൽ മതി. എണ്ണയൊന്ന് ചൂടായി വരട്ടെ. അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അതിനകത്തോട്ട് കടുക് ഇട്ട് കൊടുക്കുക. നമുക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ടാൽ മതി. കടുക് ഒന്ന് പൊട്ടട്ടെ. അപ്പോൾ നമ്മുടെ കടുക് ദേ പൊട്ടി വരുന്നുണ്ട്. അതിനകത്തോട്ട് നമുക്കൊരു 5 കൊച്ചുള്ളി എടുത്തത് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ നമുക്ക് കറിവേപ്പില, ഒരു 2 കതിര് കറിവേപ്പില ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇതിനകത്തോട്ട് ഇനിയിപ്പോൾ നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. സവാള ഒരു 2 എണ്ണം അരിഞ്ഞ് ഇട്ട് കൊടുക്കാം. സവാള ഇട്ടിട്ട് നമുക്ക് നല്ലോണം വഴറ്റാം. അപ്പോൾ നമ്മുടെ സവാള ദേ വഴറ്റി എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിനകത്തോട്ട് നമുക്ക് 1 പച്ചമുളക് കീറിയത്, പിന്നെ 1 കഷ്ണം ഇഞ്ചി ചെറുതാക്കിയതും ഇട്ട് കൊടുക്കാം. ഇതും കൂടി ഇട്ട് നമുക്ക് വഴറ്റിയെടുക്കണം. ഇത് നമ്മുടെ മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. നമുക്ക് അപ്പോൾ നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ട് നല്ലോണം ഇളക്കിയിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമുക്ക് തേങ്ങാപ്പീര, 1 മുറി തേങ്ങ എടുത്തത് ചിരികിയതാണ്, അതിട്ട് കൊടുക്കാം. തേങ്ങാപ്പീര ഇട്ടിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ തേങ്ങാപ്പീര ഇട്ട് നമ്മൾ ഇളക്കി ജസ്റ്റ് ഒന്ന് ഇളക്കിയാൽ മതി. ഒരുപാട് മൂപ്പിക്കേണ്ട. അന്നേരം തന്നെ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വെള്ളം മതി, ഏകദേശം ഒരു ഗ്ലാസ് വെള്ളം മതി. വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് ഇളക്കിയിട്ടുണ്ട്. ഇനിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അരപ്പൊന്ന് തിളച്ച് വരുമ്പോൾ നമ്മുടെ മീൻ ഇട്ട് കൊടുക്കാം. മീൻ തല ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ അരപ്പ് ദേ അടിപൊളിയായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മുടെ മീൻ തല ഇട്ട് കൊടുക്കാം. നമുക്ക് മീൻതല ഇട്ടിട്ട് നമുക്കൊന്ന് ഇതെല്ലാം കൂടി ഇളക്കണം. അപ്പോൾ നമ്മൾ മീൻതല ഇട്ട് കഴിഞ്ഞു. ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കി ഇതിനകത്തോട്ട് നമുക്ക് ഒരിച്ചിരി ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പ് ഒരു ടീസ്പൂൺ ഉപ്പ് മതി, അതങ്ങ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്യണം. ഇത് നമ്മുടെ കുരുമുളകാണ്. 1 ടീസ്പൂൺ കുരുമുളക് പൊടിയുണ്ട്. ഇത് നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലോണം ഇതൊന്ന് മിക്സ് ചെയ്യണം. കുരുമുളക് പൊടി ഇടുമ്പോൾ നമ്മുടെ മീൻതല തോരന് നല്ലൊരു ടേസ്റ്റ് കിട്ടും. ഇനിയിപ്പോൾ ഇത് നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിക്കണം. ഒരു 5 മിനിറ്റത്തേക്ക് അടച്ച് വെച്ച് വേവിക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ മല്ലിത്തല ഉണ്ടല്ലോ, മല്ലിത്തല കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിട്ട് നമുക്ക് അടിപൊളിയായിട്ട് വേവിച്ചെടുക്കണം. ഇപ്പോൾ ഇതൊരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മീൻതലത്തോരൻ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് തുറക്കാം. അടിപൊളിയായിട്ട് വെന്ത് വരുന്നുണ്ട്. നല്ല മണം. നമുക്കൊന്ന് അടുക്കി പിടിച്ചൊന്ന് നോക്കണം, ഇളക്കി കൊടുക്കണം. മീൻതലയൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് മല്ലിയില ഇട്ട് കൊടുക്കാം. നമ്മുടെ ഈ തലത്തോരൻ്റെ സ്പെഷ്യാലിറ്റി ഈ മല്ലിയിലയാണ്. നമ്മൾ ഈ തലത്തോരൻ വെക്കുന്നത് മല്ലിയില ഇട്ടതാണ്. അപ്പോൾ നമുക്ക് കുറേശ്ശെ മല്ലിയില ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ മല്ലിയില ഇട്ടിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യണം. നമ്മുടെ ഈ തലത്തോരനുമായിട്ട് അടിപൊളിയായിരിക്കും ഇത് കഴിക്കാനെ കൊണ്ട്. അപ്പോൾ നമ്മൾ മല്ലിയില ഇട്ടിട്ട് ഇതേ അടിപൊളിയായിട്ട് ഇളക്കിയിട്ടുണ്ട്. മല്ലിയിലയുടെ ആ മണം ഉണ്ടല്ലോ, അടിപൊളിയായിട്ട് ഇവിടെ അടിക്കുന്നുണ്ട്.
ഇനിയിപ്പോൾ നമുക്കിത് വാങ്ങാം. അതിന് മുമ്പ് ഒരു ചെറിയ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വെളിച്ചെണ്ണ ഉണ്ടല്ലോ, പച്ച വെളിച്ചെണ്ണ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുക. ഒരുപാടൊന്നും വേണ്ട, ഒരു ടേബിൾ സ്പൂൺ മതി. നമുക്ക് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കിയിട്ടെടുക്കണം. അതാണ് അതിൻ്റെ രീതി. കണ്ടോ, അടിപൊളിയായിട്ട് ദേ വന്നിട്ടുണ്ട്. പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് വേറൊന്നും തന്നെയാണ്. ഇനിയിപ്പോൾ നമുക്കിതങ്ങ് സെർവ് ചെയ്ത് എടുത്തേക്കാം. അപ്പോൾ നമ്മുടെ മീൻതലത്തോരൻ നമ്മൾ അടിപൊളിയായിട്ട് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടെന്നറിയാം. നമ്മുടെ മല്ലിയിലേക്ക് ചേർത്തുകൊണ്ട് അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. എന്തായാലും നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അമേസിങ് ടേസ്റ്റാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മല്ലിയിലെ ആ മീൻതലയും നമ്മുടെ ചാളയുടെ തലയാന്ന് നോക്കണം, അത്രയ്ക്ക് ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ പഴങ്കഞ്ഞിയുടെ കൂടെയും ചോറിൻ്റെയൊക്കെ കൂടെ കഴിക്കുക, അടിപൊളിയായിരിക്കും. രാവിലെ പഴങ്കഞ്ഞിയുടെ കൂടെ ആണെങ്കിൽ ഇത് എത്ര കഴിച്ചാലും നമ്മൾ ചോറ് കഴിച്ചുകൊണ്ടേയിരിക്കും, ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ, ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ഒരു അടിപൊളി വീഡിയോ വരുന്നിടം വരെ ബൈ ബൈ.